ഹിമകുന്ദമൃണാളാഭം ദൈത്യാനം പരമം ഗുരും സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം. സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം അഹം പ്രണാമി. എല്ലാ ശാസ്ത്രങ്ങളെയും വിശേഷിച്ച് പ്രതിപാദിക്കാൻ കഴിവുള്ള ആ ആചാര്യനെ, അസുരാചാര്യനെ, ശുക്രാചാര്യനെ ഞാൻ നമസ്കരിക്കുന്നു. വ്യാഴവും ശുക്രനും രണ്ട് ഗുരുക്കന്മാരാണ്. വ്യാഴം ദേവഗുരു, ശുക്രൻ അസുരഗുരു. സാത്വികമായ പ്രവർത്തനത്തിലൂടെ മാത്രം നയിക്കുന്ന ഗ്രഹമാകുന്നു വ്യാഴം. ശുക്രനാകട്ടെ അസാൻമാർഗികത എല്ലാം ഉണ്ടാകാം. കാരണം അസുരന്മാരുടെ ദേവനാണ്. അവിടെ മദ്യമുണ്ടാകാം, സ്ത്രീ ഉണ്ടാകാം, വ്യഭിചാരമുണ്ടാകാം, നൃത്യങ്ങളുണ്ടാകാം, പാട്ടുകളുണ്ടാകാം. ആളുകളെ ചതിച്ച് എങ്ങനെയും കാര്യങ്ങൾ നേടുന്ന അസുരന്മാരുടെ വിഭാഗത്തിൽപ്പെടുന്നവരുടെ ദേവനാണ് ശുക്രൻ. ഇതാണ് വ്യാഴവും ശുക്രനും തമ്മിലുള്ള വ്യത്യാസം. അങ്ങേയറ്റം പണ്ഡിതനാണ് ശുക്രൻ. വ്യാഴത്തെക്കാളും പല രീതിയിലും പാണ്ഡിത്യം ശുക്രനുണ്ട്. പക്ഷേ വ്യാഴം ആധ്യാത്മികമായ തലത്തിലും ശുക്രൻ ഭൗതിക തലത്തിലുമാണ് എന്ന വ്യത്യാസം മാത്രമേ ഇവിടെ ഉള്ളൂ. നാം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിലേക്ക്, തുലാം രാശിയിലേക്ക് വരികയാണ്. കഴിഞ്ഞ ഏതാനും ദിനങ്ങളായി ശുക്രൻ അതിനീചത്തിലായിരുന്നു. തൻ്റെ കന്നിരാശിയിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഉണ്ടായിട്ടുണ്ടാകും. സാമ്പത്തികമായാലും സ്നേഹിച്ചവരിൽ നിന്നുള്ള വഞ്ചനയും എല്ലാ പ്രകാരത്തിലുള്ള ചതിയിലും പെട്ടുപോവുക. സ്ത്രീ വിഷയത്തിലായാലും വാഹന വിഷയത്തിലായാലും ആഭരണ വിഷയത്തിലായാലും ഭൗതിക സുഖവുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയത്തിലായാലും തനിക്ക് വലിയ കഷ്ടനഷ്ടങ്ങളും മാനസിക പ്രയാസങ്ങളും ഉണ്ടാവുക. പ്രിയപ്പെട്ടവർ പിരിഞ്ഞു പോവുക. അതിൽ നിന്നും തുലം വിഭിന്നമായി ശുക്രനിത സ്വന്തം ക്ഷേത്രത്തിലേക്ക് വരികയാണ്. ശുക്രനെ കൊണ്ട് നമുക്ക് എന്തൊക്കെ ചിന്തിക്കണം? അബല ഭോഗയാനാനി ശുക്ര. അബല സ്ത്രീയാണ്, ബലമില്ലാത്തവൾ. നാസ്തി ബലം യസ്യാഹസ അബല. ബലമില്ലാത്തവളാണ് സ്ത്രീ. അത് സ്ത്രീയാകാം, ഭാര്യയാകാം, കാമുകിയാകാം, എല്ലാവരുമാകാം. ഭോഗയാനാനി ഭോഗങ്ങൾ, ഭോഗോപഭോഗ്യമായ എല്ലാ വസ്തുക്കളും. അത് ആഡംബരങ്ങളാകാം, സുഖഭോഗങ്ങളാകാം, വാഹനങ്ങളാകാം, സുഹൃത്തുക്കളാകാം, സ്ത്രീയാകാം, മദ്യപാനമാകാം. ഇതൊക്കെയാകാം. വാങ്ങലും കൊടുക്കലും കച്ചവടത്തിലും വളരെ സമർത്ഥനാണ് ശുക്രൻ. ഏറ്റവും നല്ല ഗാംബ്ലറാണ് ശുക്രൻ. അപ്രകാരം തന്നെ യാനാനി, ലോകത്തിലെ എല്ലാ വാഹനങ്ങളും ചിന്തിക്കുന്നത് ശുക്രനെ കൊണ്ടാണ്. വാഹനങ്ങളുടെ കാരകത്വം ശുക്രനാണ്. അത് ചരരാശിയിലാണെങ്കിൽ നമുക്ക് സഞ്ചരിക്കുന്ന വാഹനങ്ങളെ ചിന്തിക്കാം. അത് ജലരാശിയിലാണെങ്കിൽ നമുക്ക് കപ്പൽ, ഉരു, തോണി മുതലായവ സമുദ്രബന്ധനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാം ചിന്തിക്കാം. വലിയ മത്സ്യബന്ധന ബോട്ടുകളെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. ആഡംബര നൗകകളെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. ടൈറ്റാനിക് പോലുള്ള മറ്റുള്ളവർക്ക് വിഭാവനം ചെയ്യാൻ പറ്റാത്ത ജല ഗതാഗത വാഹനങ്ങളെല്ലാം തന്നെ ശുക്രനാണ്. മറിച്ച് ചരരാശിയിലാണെങ്കിൽ KSRTC മുതൽ എല്ലാ വാഹനങ്ങളും നമുക്ക് ചിന്തിക്കാം. ബസ്, യാനങ്ങൾ നമുക്ക് ചിന്തിക്കാം. യാനം എന്നാൽ വാഹനം എന്നാണ് അർത്ഥം. അധികവും ജലയാനവുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് നാം യാനത്തിന് കൂടുതൽ പ്രാമുഖ്യം നൽകുന്നത്. സ്ഥിരവാഹനങ്ങളെപ്പറ്റി നമുക്ക് ചിന്തിക്കണം. സ്ഥിരമായ സ്ഥലത്തുണ്ടാക്കുന്ന വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ, അത് കപ്പലിൻ്റെ ഷേപ്പിലുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ ഞാൻ ലണ്ടനിൽ പോയ സമയത്ത് ഇപ്പോൾ ധാരാളം കണ്ടു. അത് കപ്പലിൻ്റെ ഷേപ്പാകുന്നു. അപ്രകാരം ദുബായിലുമുണ്ട്. കരയിലുള്ള വലിയ ആകാശചുംബികളായ ബിൽഡിങ്ങുകൾ, ഇതൊക്കെ തന്നെ ശുക്രനെ കൊണ്ട് ചിന്തിക്കും. അവിടെ ധാരാളം ഗ്രൗണ്ടിൽ ആയിരക്കണക്കിന് വാഹനങ്ങളുടെ പാർക്കിംഗ്, വലിയ പാർക്കിംഗ് സ്ലോട്ടുകളുണ്ട് വിദേശ രാജ്യങ്ങളിലെല്ലാം തന്നെ. നമ്മുടെ രാജ്യത്ത് അതാണ് പ്രത്യേകിച്ചില്ലാത്തത്. ഇപ്പോഴാണ് നമ്മുടെ രാജ്യത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ വരുന്നത്. അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങുകൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് ബിൽഡിങ്ങുകൾ എടുത്തിട്ട് എന്നിട്ട് പാർക്കിങ്ങിന് അലയും മണിക്കൂറുകൾ. ഇപ്പോൾ എല്ലാ ബിൽഡിങ്ങുകൾക്കും താഴെ പാർക്കിങ്ങുകളൊക്കെ ഉണ്ട്. വലിയ ഷോപ്പിംഗ് മാളുകളൊക്കെ ഉണ്ട്. തിയേറ്ററുകൾ സമുച്ചയത്തിലുണ്ട്. നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം സമ്പത്ത് വരുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചു കേരളം. ഏറ്റവും അധികം കാശ് വരുന്ന, ഏറ്റവും അധികം സ്വർണം വിൽക്കപ്പെടുന്ന, ഏറ്റവും അധികം സ്വർണം വാങ്ങപ്പെടുന്ന, ഏറ്റവും വലിയ IT ഹബ്ബായി കൊച്ചിയും തിരുവനന്തപുരം മാറിക്കൊണ്ടിരിക്കുന്ന, ഏറ്റവും വലിയ ഷിപ്പിംഗ് കൊച്ചിൻ ഷിപ്പ് യാർഡ്, ലോകത്തിലെ ഏറ്റവും തന്നെ അഭിമാന സംഭവമായി മാറുകയാണ് വിഴിഞ്ഞം പോർട്ട്. ഇവിടെയൊക്കെ ശുക്രൻ എന്ന ഗ്രഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ നിങ്ങൾക്ക് ധാരാളം കാണാം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ ശുക്രൻ്റെ മാറ്റം എപ്പോഴാണ് ശുക്രൻ മാറുന്നതെന്ന് അറിയണം. നവംബർ 2-ാം തീയതി ഉച്ചയ്ക്ക് 1:30 മണിയോടുകൂടി ശുക്രൻ മാറുന്നു. 2025 നവംബർ 2-ാം തീയതി എന്ന് വെച്ചാൽ 1201 തുലാമാസം 16-ാം തീയതി മുതൽ ഉച്ചയ്ക്ക് 1:30 മുതൽ ശുക്രൻ മാറുകയാണ്.
കേവലം 25 ദിനങ്ങൾ മാത്രമേ അവിടെയുള്ളൂ. ശുക്രൻ ഏറ്റവും ഫാസ്റ്റായ പ്ലാനറ്റാണ്. ചന്ദ്രനാണ് ഏറ്റവും കൂടുതൽ 2.25 ദിവസം കൊണ്ട് ഒരു രാശി കവർ ചെയ്യുന്ന ഗ്രഹമാണ് ചന്ദ്രൻ. അത് കഴിഞ്ഞാൽ പിന്നെ ബുധൻ, പിന്നെ ശുക്രൻ, ചൊവ്വ, ഇങ്ങനെ വരും. അതിനാൽ വളരെ ഫാസ്റ്റായ പ്ലാനറ്റാണ്. 25 ദിവസം ധാരാളമാണ്. ഒരു ഡീലിംഗ് നടന്ന കോടിക്കണക്കിന് രൂപ, ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ 10,000 രൂപ കിട്ടണമെങ്കിൽ സെക്കൻഡ്സ് ഓഫ് വർക്ക് മാത്രം മതി. അതാണ് വാങ്ങലും കൊടുക്കലും വ്യാപാരവും. മൗഢ്യമായി കിടക്കുന്ന ശുക്രൻ ഇതാ ബലവാനായി വരികയാണ്. ഇവിടെ മനസ്സിലാക്കണം, ഇവിടെ ശുക്രൻ തുലാൻ രാശിയിൽ വരുമ്പോൾ നീചസ്ഥനായ സൂര്യനോടുകൂടെ നിൽക്കുന്നു. പക്ഷേ ഭാഗ്യവശാൽ ശുക്രന് മൗഢ്യമൊന്നുമില്ല. അതിനാൽ ശുക്രൻ നല്ല ഫലത്തെ പ്രദാനം ചെയ്യും. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒന്ന് മനസ്സിലാക്കണം, മേടൻ രാശി മുതൽ 12 രാശികൾക്കുള്ള ശുഭാശുഭ ഫലങ്ങൾ വളരെ പെട്ടെന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക. മകംപൂരം ഉത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ ശുക്രൻ നിൽക്കുന്നത് 3-ാം ഭാവത്തിലാണ്. അതിനു മുമ്പ് ചിങ്ങൻ രാശിക്കാരുടെ ഏതൊക്കെ ഭാവത്തിൻ്റെ ആധിപത്യമാണ് ശുക്രനുള്ളതെന്ന് അറിയണം. ചിങ്ങൻ രാശിക്കാരുടെ 10-ാം ഭാവാധിപത്യവും 3-ാം ഭാവാധിപത്യവുമാണുള്ളത്. 3-ാം ഭാവം എന്നാൽ സഹായികളാണ്, സഹോദരങ്ങളാണ്, തൻ്റെ അഭിമാനമാണ്, തൻ്റെ ദുർബുദ്ധിയാണ്. 10-ാം ഭാവം എന്നാൽ തന്നെ കരിയറാണ്, എല്ലാ രീതിയിലുള്ള കർമ്മങ്ങൾ. ഇവിടെ 3-ൽ ശുക്രൻ വന്നാലും വ്യാഴം വന്നാലും ഹോരാചാര്യർ പറഞ്ഞ ഫലം ഒന്ന് മാത്രമാണ്, കൃപണഹ എന്നാണ്. കൃപണത്വം ഉണ്ടാകും. പലപ്പോഴും തൻ്റെ കാര്യങ്ങളിൽ കൃപണത്വം ഒരു വലിയ ഘടകമാണ്. കൃപണൻ എന്നാൽ ജ്യോതിഷത്തിൽ അതിൻ്റെ അർത്ഥം പലപ്പോഴും വളരെയധികം പിശുക്കനാകുമെന്നായിരിക്കും. അതിനാൽ പലപ്പോഴും പിശുക്ക് തനിക്ക് അപകടമാകും. കാരണം 3-ലെ ശുക്രൻ അങ്ങനെ ഒരു ഫലം പറഞ്ഞിരിക്കുന്നു. ന പൂർണ്ണോഭവേൽ പുത്രസൗഖ്യോപി സേനാപതിർ കാതരോ ദാനസംഗ്രാമകാലേ കാതരഹ ഭവതി. ദാനം ചെയ്യുന്ന സമയത്തും യുദ്ധം ചെയ്യുന്ന സമയത്തും തനിക്ക് ഭയന്നു പോകും, താൻ ഭയന്നു പോകുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. ദാനം ചെയ്യുന്ന സമയത്ത് ദാനം ചെയ്യില്ല. അതാണ് കൃപണഹ, പിശുക്ക് എന്ന വാക്കിന് അർത്ഥം പറഞ്ഞിരിക്കുന്നു. വെൻ യു പ്രോമിസ് എ വേർഡ് യു ഹാവ് ടു മെയിൻറ്റെയിൻ ദാറ്റ് പ്രോമിസസ്. പ്രോമിസ് ചെയ്യുകയാണെങ്കിൽ അത് എന്ത് ചെയ്യണം? അത് നിലനിർത്താൻ പഠിക്കണം. അല്ലെങ്കിൽ സമൂഹത്തിൽ അപഹാസ്യനാവുമെന്നറിയുക. സംഗ്രാമകാല യുദ്ധം വരുമ്പോൾ വളരെയധികം ഭയന്നു പോകും. 3-ാം ഭാവം അഭിമാനമാണ്, തൻ്റെ അഹങ്കാരമാണ്. പാവഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ വളരെ നല്ലതാണ്. ഇവിടെ സൂര്യൻ നീചസ്ഥനാണ്. അപ്രകാരം തന്നെ വലിയ ഫൈറ്റിംഗ് യുദ്ധമൊക്കെ വരുമ്പോൾ ഭയന്നു പോവുക. കേസ് നടത്താനൊക്കെ മുന്നിട്ടിറങ്ങും. പക്ഷേ അവസാനം കേസിൻ്റെ ഗതിയൊക്കെ വരുമ്പോൾ വക്കീൽ ഫീസൊക്കെ ചിന്തിക്കുമ്പോഴൊക്കെ ഭയന്നു പോകും. അതിനാൽ ശ്രദ്ധിക്കുക. രതി സ്ത്രീജനെ തസ്യ ന എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. സ്ത്രീജനങ്ങളിൽ രതി ഉണ്ടാകില്ല. തനിക്ക് സ്ത്രീജനങ്ങളോട് താല്പര്യം ഉണ്ടാവില്ല, സ്ത്രീജനങ്ങൾക്ക് ഇങ്ങോട്ടും ഉണ്ടാകില്ല. അങ്ങോട്ടേക്ക് ഉപകാരം ചെയ്താൽ ഇങ്ങോട്ടേക്ക് ഉപദ്രവം ഫലമായിരിക്കും. എന്നാൽ പൂർണ്ണോഭവേൽ പുത്രസൗഖ്യാഭി, സന്താനങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷേ പുത്രസൗഖ്യം വളരെ കുറവായിരിക്കും. പലപ്പോഴും മാനസികമായി മക്കളുമായി ബന്ധപ്പെടുന്ന ക്ലേശങ്ങൾ വരുന്ന സമയമാണ്. അപ്രകാരം കൃപണഹ എന്ന ഫലം പറയുമ്പോൾ തനിക്ക് അനുഭവം വളരെ കുറയുമ്പോൾ കർമ്മമേഖലയിൽ പ്രമോഷൻ ലഭിക്കുക, അപ്രീസിയേഷൻ ലഭിക്കുക മുതലായ കാര്യങ്ങൾക്കൊക്കെ തന്നെ ചിങ്ങൻ രാശിക്കാർക്ക് ഈ ഒരു 25 ദിവസം അത്ര ശുഭമല്ലെന്നറിയുക. നിർബന്ധമായും തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ പോകണം. ഗണപതിക്ക് നാളികേരം അടിക്കണം. 3-ാം ഭാവത്തിൽ സൂര്യനാണ്. ഓം ഗം ഗണപതിയെ നമഃ എന്ന് പ്രാർത്ഥിച്ച് ഗണപതി ക്ഷേത്രത്തിലും അപ്രകാരം ശിവക്ഷേത്രത്തിലെ വഴിപാടുകളൊക്കെ ചെയ്യുന്നത് ചെറിയ ദോഷങ്ങൾക്കൊരു ഉത്തമ പരിഹാരമായി നമുക്ക് കാണപ്പെടുന്നതാണ്. അതിനാൽ അതിനുവേണ്ടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കണം. ബുദ്ധിമുട്ടില്ലാതിരിക്കട്ടെ. ചിങ്ങൻ രാശിക്കാർക്ക് ചെറിയൊരു സമയദോഷമുണ്ട്. വ്യാഴവും 12-ൽ വന്നു. ആചാരഗ്രഹമായ ശുക്രൻ 3-ൽ വന്നു. ലഗ്നാധിപനായ ആദിത്യൻ നീചസ്ഥനായി 3-ൽ നിൽക്കുന്നു. ഇതൊക്കെ അത്ര നല്ലതല്ല. പരിഹാരങ്ങൾ ചെയ്യുക. നന്ദി, നമസ്തേ.